അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹുറൂഫ് അറബി മലയാളം എന്ന ഭാഗത്ത് നിന്നാണ്. അതായത് അറബി മലയാളം അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മലയാളം അക്ഷരങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അ ആദ്യത്തേത് ലെറ്റർ ആയാണ്. അലിഫ് കൊടുക്കുക, മുകളിൽ ഫതഹ് കൊടുക്കുക. സെക്കൻഡ് ആ, അലിഫ് കൊടുക്കുക, മുകളിൽ വരുന്ന ആ ഒരു സിമ്പലാണ് മദ് എന്ന് പറയും. മദ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ലോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ. അടുത്തത് ഇ, അലിഫ് കൊടുക്കുക, താഴെ കെസ്ർ കൊടുക്കുക, ഇ. നെക്സ്റ്റ് ഈ, ഈ എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അലിഫ് കൊടുത്തിട്ട് കെസ്ർ കൊടുക്കുക, കൂടെ ഒരു യാവും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ ലെറ്റർ ഈ ആയി പോകുന്നത്. അടുത്തത് ഊ ആണ്. അലിഫ് കൊടുക്കുക, ലമ്മ് കൊടുക്കുക. ദെൻ ഊ, ഊ എന്ന ലെറ്റർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അലിഫ് കൊടുക്കുക, ലമ്മ് കൊടുക്കുക, കൂടെ വാവ് കൊടുക്കുക. വാവ് കൊടുക്കുമ്പോൾ ഊ എന്നായിട്ട് വായിക്കാം. അടുത്തത് ഇർ എന്നാണ്. അലിഫ് കൊടുക്കുക, അലിഫിൻ്റെ മുകളിൽ സുക്കൂനിൻ്റെ പകുതി ഭാഗമായിട്ടുള്ള ആ ഒരു സിമ്പൽ കൊടുക്കുക. റാ കൊടുക്കുക, റായിൻ്റെ മുകളിൽ സുക്കൂനിൻ്റെ പകുതി സിമ്പൽ കൊടുക്കുക. അപ്പോൾ അതിന് ഇർ എന്ന് വായിക്കാം നമുക്ക്. അടുത്തത് എ, എ എന്ന ലെറ്റർ എഴുതാൻ അലിഫ് കൊടുക്കുക, മുകളിൽ കാണുന്ന ആ ഒരു സിമ്പൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് എ, അലിഫ് കൊടുക്കുക, എയുടെ ചിഹ്നം ആഡ് ചെയ്യുക, കൂടെ ഒരു യാ ആണ് അവിടെ ചേർത്തിട്ടുള്ളത്, എ. നെക്സ്റ്റ് ഐ, ലെറ്റർ ആ കൊടുക്കുക, യാൻ്റെ മുകളിലായിട്ട് സുക്കൂനിൻ്റെ പകുതി ഭാഗമായിട്ടുള്ള ഹർക്കത്ത് കൊടുക്കുക, ചേർത്ത് വായിക്കുമ്പോൾ ഐ. അടുത്തത് ഒ, അലിഫ് കൊടുക്കുക, ഓയുടെ സിമ്പലാണ് മുകളിൽ കാണിക്കുന്നത്. എ എഴുതുന്നതിൻ്റെ ഓപ്പോസിറ്റ് രൂപമായിട്ട് നമുക്കത് തോന്നുന്നുണ്ട്, ഒ. അടുത്തത് ഓ, ഓ എന്ന് വരാൻ വേണ്ടിയിട്ട് അലിഫ് കൊടുക്കുക, ഓയുടെ സിമ്പൽ കൊടുക്കുക, കൂടെ വാവ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഓ എന്ന ലെറ്റർ വരുന്നത്. നെക്സ്റ്റ് ഔ, ഔ കൊടുക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ ആ കൊടുക്കുക, വാവിൻ്റെ മുകളിലായിട്ട് സുക്കൂനിൻ്റെ പകുതി ഭാഗം കൊടുക്കുക, ഔ. ദെൻ ലെറ്റർ ആ, കൂടെ മീമിന് മുകളിലായിട്ട് ഹർക്കത്ത്, സുക്കൂനിൻ്റെ പകുതി കൊടുക്കുക, ലാസ്റ്റ് വരുന്നത് ആ, ലെറ്റർ ആ കൊടുക്കുക, കൂടെ ഹാ കൊടുക്കുക, ഹാൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹർക്കത്ത് കൊടുക്കുക, സുക്കൂനിൻ്റെ പകുതി ഭാഗം ആ എന്ന് റീഡ് ചെയ്യാം നമുക്കത്. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ വരുന്നത്. ഒന്ന് ജോയിൻ ചെയ്ത് റീഡ് ചെയ്ത് തരാം. അ ആ, ഇ ഈ, ഉ ഊ, ഇർ, എ ഏ, ഐ, ഒ ഓ, ഔ, അ. ഇനി അടുത്തത് വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ക, നമ്മൾ നോർമലി എഴുതുന്ന കാഫ് പോലെ കൊടുക്കുക, ഫതഹ് കൊടുക്കുക. ദെൻ ഖ, ഖ എഴുതുമ്പോൾ കൂടെ ഒരു ഹാ കൂടെ ആഡ് ചെയ്യണം കാഫിൻ്റെ കൂടെ. അത് റീഡ് ചെയ്യുന്നത് മലയാളം ലെറ്റേഴ്സ് കൂടെ നോക്കിയിട്ട് വായിക്കുക, ഖ. പിന്നെ വരുന്നത് ഗായാണ്. കാഫ് കൊടുക്കുക, അതിന് മുകളിൽ ഒരു ലൈന് കൊടുക്കുക, മുകളിലായിട്ട് ഫതഹ്, ഗ. ദെൻ ഖായാണ്. ഖ എഴുതിയിട്ട് ശേഷം ഒരു ഹാ കൊടുക്കുക, ഹാന് ഹർക്കത്തുകളൊന്നും ഉണ്ടാവില്ല, ഖ. പിന്നെയുള്ളത് ങ്ങായാണ്. നമ്മൾ ലെറ്റർ അഴിന് എഴുതുന്ന പോലെ എഴുതുക, എന്നിട്ട് മുകളിൽ ഒരു ഡോട്ട്, താഴെ ഒരു ഡോട്ട്, ഫതഹ്, ങ. പിന്നീട് വരുന്നത് ചായാണ്. നമ്മൾ ജീമ് കൊടുത്തിട്ട് താഴെ 3 ഡോട്ട്, മുകളിൽ ഫതഹ്, അപ്പോൾ ചായാവും. പിന്നെയുള്ളത് ഛ, ച എന്നെഴുതിയിട്ട് ഒരു ഹാവ് കൂടെ ആഡ് ചെയ്താൽ ഛ. പിന്നെയുള്ളത് നോർമലി ജായാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഝ, ജായുടെ കൂടെ ഒരു ഹാ കൂടെ ആഡ് ചെയ്ത് ഫതഹ് കൊടുക്കുക, ഝ. പിന്നെയുള്ളത് ഞായാണ്. ഞാ എഴുതാൻ നമ്മൾ നേരത്തെ ച എന്ന അക്ഷരം എഴുതിയല്ലോ, താഴെ 3 ഡോട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടൊരു ഡോട്ട് കൂടെ കൊടുത്താൽ, ഫതഹ് കൊടുത്താൽ ഞാ എന്ന് റീഡ് ചെയ്യാം.
പിന്നീട് വരുന്നത് ലെറ്റർ ഡായാണ്. ഡ നമുക്ക് ദ എഴുതിയതിന് ശേഷം താഴെ ഒരു ഡോട്ട് കൊടുക്കുക. അടുത്തത് ഢ. ഢ എന്ന് എഴുതുന്നത് ഡ എഴുതുക, കൂടെ ഒരു ഹ കൂടെ കൊടുക്കുക. പിന്നീടുള്ളത് ഢയാണ്. ഢ എഴുതുന്നത് റാ കൊടുത്തിട്ട് റാ പോലെ കൊടുത്തിട്ട് മുകളിൽ 2 ഡോട്ട് പിന്നെ ഒരു ഫത്ഹ. പിന്നെ വരുന്നത് ഢയാണ്. നമ്മൾ നേരത്തെ എഴുതിയ ഢ കൊടുക്കുക, കൂടെ ഒരു ഹ കൂടെ ചേർത്ത് കൊടുക്കുക, ലെറ്റർ ഢ. പിന്നീട് വരുന്നത് ണായാണ്. നൂന് എഴുതിയിട്ട് താഴെ ഒരു ഡോട്ട് കൂടെ കൊടുത്തിട്ട് ഫത്ഹ കൊടുക്കുക, ലെറ്റർ ണ. പിന്നീട് വരുന്നത് തായാണ്. നോർമലി നമ്മൾ താ മുന്നേ പഠിച്ചിട്ടുണ്ട്. ധ. സെക്കൻഡ് വരുന്നത് ധ. ലെറ്റർ താ കൊടുക്കുക, കൂടെ ഒരു ഹ കൂടെ ആഡ് ചെയ്യുക, ഫത്ഹ കൊടുക്കുക, ധ. പിന്നീട് വരുന്നത് ദായാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തത് വരുന്നത് ധ. ദ കൊടുക്കുക, കൂടെ ഒരു ഹ ചേർത്ത് കൊടുക്കുക, ലെറ്റർ ധ. പിന്നെ വരുന്നത് നായാണ്. നമുക്കറിയാം, നൂന് കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. അടുത്തത് ലെറ്റർ പായാണ്. പാ കൊടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാ എഴുതുക. ബാ എഴുതുന്ന പോലെ എഴുതിയിട്ട് താഴെ 3 ഡോട്ടാണ് വരുന്നത്, ശ്രദ്ധിക്കുക. താഴെ 3 ഡോട്ട് വരും, ലെറ്റർ പ, ഫത്ഹയുടെ അടയാം. പിന്നീട് വരുന്നത് ഭായാണ്. പായുടെ കൂടെ ഒരു ഹാവും കൂടെ കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. പിന്നീട് വരുന്നത് ബ, നമുക്കറിയാം. പിന്നെ വരുന്നത് ഭ, ലെറ്റർ ഭ. നോർമലി ബ എഴുതിയിട്ട് ഫത്ഹ കൊടുക്കുക, പിന്നെ ഒരു ഹ, ലെറ്റർ ഭ. പിന്നെ വരുന്നത് മീമാണ്. മീമിന് ഫത്ഹ കൊടുത്താൽ മ. താഴെ വരുന്നത് യാ. യാ കൊടുക്കുക, മുകളിലായിട്ട് ഫത്ഹ കൊടുക്കുക, യാ. നെക്സ്റ്റ് ലെറ്റർ രായാണ്. രാ എഴുതാൻ നമ്മൾ ലെറ്റർ റാ എഴുതി കൊടുത്തിട്ട് താഴെ ഒരു ഡോട്ട് കൊടുക്കുക, ലെറ്റർ രാ. ദെൻ ല. ലാമ് കൊടുക്കുക, ഫത്ഹ്. ദെൻ വാ. വാവ് കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. പിന്നീട് വരുന്നത് ഷായാണ്. ലെറ്റർ ഷ. നമ്മൾ ഷീന് കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. പിന്നീട് വരുന്നത് ഷ, ലെറ്റർ ഷ. ഷ കൊടുക്കണമെങ്കിൽ ചെറിയൊരു ഡിഫറൻ്റ് ഉണ്ട്. ഷായിൽ നിന്ന് ഒരു ചെറിയ ഡിഫറൻറ്റ് വരുന്നത് താഴെ ഒരു ഡോട്ട് കൂടെ കൊടുക്കുക, മുകളിൽ നോർമൽ നമ്മൾ ഷ എഴുതുന്ന പോലെ തന്നെ 3 ഡോട്ട്, ഫത്ഹ കൊടുക്കുക, ലെറ്റർ ഷ. പിന്നീട് ലെറ്റർ സ, ലാസ്റ്റ് വൺ ലെറ്റർ ഹ. ഇനി താഴെ വരുന്നത് ളായാണ്. ള കൊടുക്കാൻ നമ്മൾ ലെറ്റർ ലാദ് കൊടുക്കുക, താഴെ ഒരു ഡോട്ട് കൂടി കൊടുത്തിട്ട് ഫത്ഹ കൊടുക്കുക. നമുക്ക് റീഡ് ചെയ്യാം, ലെറ്റർ ള. പിന്നീട് ഴായാണ് വരുന്നത്. ലെറ്റർ ഴ എഴുതാൻ നമ്മൾ റാ കൊടുക്കുക, മുകളിൽ 3 ഡോട്ടുകൾ കൊടുക്കുക, ഫത്ഹ കൊടുക്കുക, ലെറ്റർ ഴ. നെക്സ്റ്റ് റായാണ്. നമുക്കറിയാം, റാ കൊടുക്കുക, ഫത്ഹ കൊടുക്കുക. ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത്. നമുക്കിനി വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്നുകൂടെ റീഡ് ചെയ്യാം. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ഡ, ഠ, ഢ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ള, ഴ, റ. ഇത്രയാണ് അറബി മലയാളം വ്യഞ്ജനാക്ഷരങ്ങളിൽ വരുന്നത്. ഇനി അടുത്തത് ചില്ലക്ഷരങ്ങളാണ്. ൾ, ഇൽ, ഇൻ, ഇർ, ഇൻ. അതിൽ നമ്മൾ മുകളിൽ പറഞ്ഞ അത്രയും ലെറ്റേഴ്സ് വരുന്നുണ്ട്, ആഡ് ചെയ്താൽ കൊടുത്താൽ മതി. ലെറ്റർ ള കൊടുത്തിട്ട് നമ്മൾ സുക്കൂന് മുഴുവനായിട്ട് കൊടുക്കില്ല, അതിൻ്റെ പകുതി ഭാഗം മാത്രമേ കൊടുക്കുള്ളൂ. ൾ. ലാമിന് മുകളിൽ അങ്ങനെ ഇൽ, ഇൻ, റായിന് മുകളിൽ ഇർ, ലെറ്റർ നായുടെ മുകളിൽ ഇൻ. ഇത്രയുമാണ് നമ്മുടെ ചില്ലക്ഷരങ്ങൾ വരുന്നത്. കൂടെ മലയാളം ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.